കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്പരത്തി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ചെമ്പരത്തി ഇപ്പോൾ പറിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അപ്പം ഇന്ന് ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ നോക്കിയാലോ. നമ്മുടെ ചെമ്പരത്തിയുടെ അതേ കളറുള്ള ജ്യൂസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കിതേ ചെമ്പരത്തി പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെമ്പരത്തി പൂവിൻ്റെ ഇതള് മാത്രം മതി കേട്ടോ. അതിൻ്റെ തണ്ട് ഇതൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതള് മാത്രം വെച്ചിട്ട് ജ്യൂസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. കണ്ടില്ലേ, നല്ല ഫ്രഷ് പൂവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെമ്പരത്തി പൂവിൻ്റെ ഇതൾ മാത്രം തനിയെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ എല്ലാ ചെമ്പരത്തി പൂവിൻ്റെ ഇതൾ മാത്രം തനിയെ എടുത്തിട്ട് ബാക്കി ഭാഗങ്ങൾ മാറ്റി വയ്ക്കാം. നമ്മളെല്ലാം പൂ തനിയെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള വെള്ളം അടുപ്പിലേക്ക് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചിരുന്ന സമയത്തേക്ക് നമുക്ക് ഇളക്കി വെച്ചിരിക്കുന്ന പൂവിൻ്റെ ഇതൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൂ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂവൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത സമയത്ത് നല്ലതായിട്ട് കളർ മാറിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ കളറ് ഇപ്പോൾ തന്നെ നന്നായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ച് 2 സ്പൂൺ പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കളർ നന്നായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ലൊരു ചുവന്ന കളറായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ചുവന്ന കളറിൽ നിന്ന് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജ്യൂസ് അരിച്ചെടുക്കുന്നുണ്ട് തനിയെ. കണ്ടില്ലേ, നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ചുവന്ന കളറിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ഒന്ന് നമ്മളെ കുട്ടിയൊക്കെ കൊടുത്താലോ. രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ ജ്യൂസ് കുടിക്കാനായിട്ട്. നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളുടെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു ആളെ കണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവരെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ആള്. എടുത്തിട്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഒരു മരത്തിലേക്ക് ഇങ്ങനെ ഇരിക്കണ്ടായിട്ട് നല്ല വലിയ പുഴുവാണ് കേട്ടോ. പക്ഷെ ഇതിൽ കാണുമ്പോൾ നല്ല ചെറുതായിട്ട് കാണുന്നുണ്ട്. ആ മരത്തിൽ നോക്കിയപ്പോൾ എന്തെങ്കിലും ആ കൊമ്പിലുള്ള ഇലയൊന്നും കാണാനില്ല കേട്ടോ. അതെല്ലാം കടിച്ച് കടിച്ച് അങ്ങനെ തിന്നിട്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൽ വന്നിരുന്നിട്ട്. അപ്പോൾ കുറേ നാളായിട്ട് അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ല വലിയ പുഴുവായിരിക്കുന്നത് കാണാനായിട്ട്. അണപ്പുഴുവാണോ അല്ലെന്നേ അറിയില്ല, പക്ഷെ അണപ്പുഴു പോലെയാണ് ഇരിക്കുന്നത് സാധനം കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ.